Hi guys, welcome back to our channel. Oh, we didn't talk, yeah. Money, nobody fights you for anything. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി ജേണി ഫസ്റ്റ് മന്ത് മുതൽ ഇപ്പോൾ 9 മന്ത് ലാസ്റ്റ് ആവാറായിട്ട് നമുക്ക്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു ജേണിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് എൻ്റെ ശരീരത്തിനുണ്ടായ ഓരോ മാറ്റങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഒരാവണം എല്ലാവർക്കും എന്നൊന്നുമില്ല കേട്ടോ, ഓരോ ആളുകൾക്കും ഓരോ പോലെ ആയിരിക്കും. സോ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് ഒക്ടോബർ 5 എൻ്റെ ലാസ്റ്റ് LMB എന്ന് പറയുന്നത്. നവംബറിൽ പീരിയഡ്സ് ആയില്ല, ഡിസംബറിലായില്ല. അപ്പോൾ ഈ 2 മാസം ഞാൻ നോക്കിയത് പോലുമില്ല. കാരണം എനിക്ക് ഈ 2 മാസം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഛർദിയോ ക്ഷീണമോ തലകറക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഞാൻ ഒരു 2 മാസം അറിഞ്ഞില്ല. 2 മാസം പീരിയഡ്സ് ആയില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ആവുമായിരിക്കും വിചാരിച്ചിരുന്നു. അങ്ങനെ ജനുവരിയിലാണ് നമ്മൾ അറിയുന്നത്. അതായത് ജനുവരി ഒരു ഫസ്റ്റ് ഒക്കെ ആയപ്പം 3 മന്ത് തുടക്കത്തിലൊക്കെ ആയപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടുള്ള ആ ഒരു ഛർദി കാര്യങ്ങളും ഒക്കെ വന്നത് കേട്ടോ. അതുവരെ എനിക്ക് ഉണ്ടായിരുന്നില്ല ഛർദി. ഓരോ ഫുഡ്, പിന്നീട് മുട്ട, അതേപോലെ ഉള്ളി വഴറ്റുന്ന സ്മെല്ല്, അങ്ങനത്തെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതൊരു 4 മന്ത് തുടക്കമാകുമ്പോഴത്തേക്കും ഇങ്ങനെ അതങ്ങോട്ട് സ്റ്റോപ്പായി. പിന്നീട് രാവിലെ വെള്ളം കുടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം അല്ലെങ്കിൽ ഞാൻ രാവിലെ വെള്ളം കുടിക്കുന്നതാണ്, പക്ഷേ ഈ വോമിറ്റിങ് വന്നത് കൊണ്ട് തന്നെ എനിക്ക് രാവിലെ വെള്ളം കുടിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ കുടിച്ച വെള്ളം അങ്ങനെ ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിൽ നല്ലത് ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നത്. ഈ 4 മന്ത് ആയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷീണം മീൻസ് അത്തൂസുള്ളതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ ഓടി അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി, അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ശരീരം ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറെ കാണിച്ചു, നമ്മളെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ എല്ലാം ദൈവം സഹായിച്ച് നോർമൽ തന്നെ ആയിരുന്നു നമുക്ക് കേട്ടോ. അങ്ങനെ ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ ഉള്ള ഇതിനെ പറ്റി ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കുകയും ചെയ്തായിരുന്നു. എനിക്ക് നല്ല വിശപ്പായിരുന്നു 5-ാം മാസത്തിലൊക്കെ. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ ഒരു 3 മാസം ഞാൻ ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല. ഐ മീൻ 55 ഉണ്ടായിരുന്നു. അത് എൻ്റെ ഹൈറ്റിന് പാകമുള്ള വെയിറ്റ് തന്നെ കേട്ടോ. സോറി, എൻ്റെ ഹൈറ്റിന് പാകമുള്ള വെയിറ്റ് ആയിരുന്നു 55 എന്ന് പറയുന്നത്. അപ്പോൾ 55 kg വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു 1 തൊട്ടിട്ട് 3 മന്ത് വരേക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ 60 ആവും. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് പോയി നോക്കുമ്പോഴത്തേക്കും 5 മാസമായി നോക്കിയപ്പോഴത്തേക്കും 62 പിന്നെ 6 മാസം ആയപ്പോഴത്തേക്കും അത് പെട്ടെന്ന് 65 അങ്ങനെ 65 കേട്ടോ. പിന്നെ 7-ാം മാസത്തിൽ ഡോക്ടറെ കാണിക്കാനൊക്കെ പോയി. ഒരു 7-7.5 മാസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിത്തിരി വെയിറ്റ് കൂടുതലാണ്. അതായത് വെയിറ്റുള്ള കൊച്ചിന്, ബേബിയുടെ വെയിറ്റ് കറക്റ്റാണ്, എൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് രാവിലെ നന്നായി നടക്കാൻ പറഞ്ഞു. ഫുഡ് കൺട്രോൾ മീൻസ് പറയുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യല്ല കേട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകമായിട്ടുള്ള ആഹാരവും ഈ ഒരു ടൈമിൽ കഴിക്കണം. പക്ഷെ നമ്മളല്ലാതെ നമ്മൾ കഴിക്കില്ലേ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പിന്നെന്താ സ്നാക്സ് ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ മാക്സിമം ഡോക്ടർ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനതൊക്കെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് മാത്രം അവോയ്ഡ് ചെയ്തു. കാരണം എനിക്ക് അത്ഭുതമായിട്ടുള്ളപ്പോൾ അധികം മധുരമൊന്നും കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, സ്വീറ്റ് ഐറ്റംസിൽ. പക്ഷേ ഈ ഒരു പ്രഗ്നൻസി ജേണിയിൽ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലപോലെ സ്വീറ്റ് ഐറ്റംസ് കഴിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു, ഡയറി മിൽക്ക് പ്രത്യേകിച്ചും. പിന്നീട് 7 മാസം പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, അന്ന് പോയപ്പോഴത്തേക്കും പെട്ടെന്നായിരുന്നു കേട്ടോ. ഈ 65 ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് തന്നെ ഞാൻ 70 കിലോ ആയി. 70 കിലോ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്കത് പെട്ടെന്ന് ഭയം വരാൻ തുടങ്ങി. കാരണം നടക്കുമ്പോൾ ബുദ്ധിമുട്ട്, ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാൻ ഒരു തടസ്സം, കാൽ വേദന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പോഴും അതുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 8-ാം മാസം ആയപ്പോഴത്തേക്കും 72 എത്തി. ഞാൻ 72 അതായത് 70 ഉണ്ടായിരുന്ന ഞാൻ 72 2 kg കൂടി. ഇപ്പോൾ 9-ാം മാസത്തിലാണ് നിൽക്കുന്നത് നമ്മൾ.
അപ്പോൾ ഈ ഒരു മന്തിൽ എനിക്ക് നോക്കിയപ്പോഴത്തേക്കും 75 ഉണ്ടായിരുന്നു വെയിറ്റ് കേട്ടോ. ഇപ്പം ഞാൻ വെയിറ്റിനെ കുറിച്ച് വെയിറ്റ് കൂടിയെന്ന് വിചാരിച്ച് സങ്കടപ്പെടണമെന്നും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമൽ വെയിറ്റ് തന്നെയാണെന്ന് പറഞ്ഞു ഡോക്ടർ. വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് പേടി കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്കിപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നതിനല്ലല്ലോ, നമ്മുടെ കൊച്ചിൻ്റെ വെയിറ്റ് കറക്റ്റാണോ, കൊച്ച് ഹെൽത്തി ആണോ, അതൊക്കെ അല്ലേ നോക്കണ്ടേ. പക്ഷെ നമ്മൾ ഒരുപാട് വെയിറ്റ് കൂടിയാലും പെട്ടെന്നത് നോർമൽ ഡെലിവറി നടക്കാതെ സെക്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വെയിറ്റ് കൂടാനും പാടില്ല എന്ന് പറയുന്നത് ഡോക്ടർ. അതെനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. എന്തായാലും ഈ ഒരു പ്രഗ്നൻസി ജേണി എനിക്ക് ഇങ്ങനെയായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വന്നായിരുന്നു, വെയിറ്റ് ഒരുപാട് കൂടുന്നുണ്ട്, പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷേ എനിക്ക് നല്ലപോലെ വെയിറ്റ് കൂടുന്നുണ്ട്, വെയിറ്റ് കുറയോ. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പോൾ തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട് ലാസ്റ്റ് ഡെലിവറി ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും കുറച്ച് പേരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ പകുതി മുക്കാലും പേർക്ക് അറിയാം നമ്മുടെ പ്രഗ്നൻസി ഒരു വീക്ക് പറയുന്നത് 40 വീക്ക് വരെയാണ്. ആഴ്ചയെ കുറിച്ചിട്ട് തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ട്, ഹീലോഫൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മുടെ ബേബി ഓരോ ദിവസവും എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ ബേബിക്ക് സംഭവിക്കുന്നത്, ബേബി എത്രത്തോളം വളർന്നു, എത്ര വെയിറ്റ് ഉണ്ടാവും, എത്ര ഹൈറ്റ് ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാ തരത്തിലും ഡീറ്റെയിൽസ് ആയിട്ട് ആ ഒരു ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്ത് സംശയം, പ്രഗ്നൻസിനെ കുറിച്ചിട്ട് എന്ത് സംശയം വന്നാലും നിങ്ങൾക്ക് അപ്പം തന്നെ ആ ഒരു ആപ്പിലൂടെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ അറിയുന്ന ഏത് ആൾക്കാരും അത് ആൻസർ ആയിട്ട് ഇങ്ങോട്ട് തരും. സോ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഹീലോഫൈ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡെമോ എന്തായാലും കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. അപ്പോൾ ആപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് തുറന്നതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ മലയാളമാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ നമ്മൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ, ഫസ്റ്റത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഗർഭിണിയാണ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഡെലിവറി ഡേറ്റ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് LMB ലാസ്റ്റ് പീരിയഡ്സ് ആയ ഡേറ്റും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡെലിവറി ഡേറ്റ് ആണ് കൊടുക്കുന്നത് 3 ജൂലൈ 2025. എന്നിട്ട് നമ്മുടെ പേരും നൽകി ഫോൺ നമ്പർ നൽകിയിട്ട് ഒന്ന് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു OTP വരും, അത് ജസ്റ്റ് ഒന്ന് അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആപ്പിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. വരുന്നതെല്ലാം നമുക്ക് ചുമ്മാ ചെയ്തു വിട്ടതിന് ശേഷം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആപ്പ്. നമ്മുടെ കുഞ്ഞിൻ്റെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളായ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തു. ഞാനിപ്പോൾ വലിയൊരു നാരങ്ങ അത്ര വലിപ്പമുണ്ട്. കൊച്ചിൻ്റെ വെയിറ്റ് കണ്ടു കൊടുത്തേക്കുന്നത് ഈ ഒരു വീക്കിൽ 9 മാസം പ്രഗ്നൻ്റ് ആയ അമ്മ എന്നൊക്കെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി 22 ദിവസം ബാക്കിയെന്ന് അതിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേ കുഞ്ഞിൻ്റെ സ്ഥാനം എല്ലാം അവിടെ കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്യും. കൂടുതൽ വായിക്കാന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കുഞ്ഞിൻ്റെ സ്ഥാനം ചിലപ്പോൾ നിങ്ങളുടെ നട്ടലിനും അധിക സമ്മർദ്ദം നൽകിയേക്കാം. നിങ്ങൾ തുടർച്ചയായി നടുവേദന അനുഭവപ്പെടുകയും തീരെ സഹിക്കാൻ പറ്റാതെയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസവവേദന തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട്, ഇതൊന്നും പറയാൻ ഈ ആപ്പിനെ കുറിച്ച് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കയറി നോക്കൂ കേട്ടോ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പ് തന്നെയാണ് ഇത്. ബേബിയുടെ സൈസിനെ കുറിച്ച് നോക്കുമ്പോൾ ബേബിക്ക് 49.7 സെൻറ്റിമീറ്ററോളം ഈ ഒരു വീക്കിൽ ഹൈറ്റ് ആവും. വെയിറ്റ് കണ്ടോ 3079 ഗ്രാം ഈ ഒരു വീക്കിലാട്ടോ. ഏകദേശ കണക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോസ് കണ്ടിട്ട് കാണുന്നവരിക്കും